നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിന്റെ ഇന്ധന കുടിശ്ശിക സംബന്ധിച്ച തെറ്റായ പ്രചരണം നടത്തിയ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മാപ്പ് പറയണമെന്ന മാട്ടുമ്മൽ സലീം. നിലമ്പൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്നും മാട്ടുമ്മൽ സലീം. കാപ്പപ്രവേശന വിലക്ക് ലംഘിച്ച ജില്ലയിൽ പ്രവേശിച്ച പ്രതി അറസ്റ്റിൽ. വടപുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തത്. കുട്ടികളുടേത് ഉൾപ്പെടെയുള്ള അശ്ലീല വീഡിയോകൾ ടെലിഗ്രാം വഴി വിൽപ്പന നടത്തിയ യുവാവിനെ മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശി സഫ്വാനാണ് അറസ്റ്റിലായത്. മുൻ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിൽ ഇന്ധന കുടിശ്ശിക. നഗരസഭാ ബോർഡ് യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. പ്രതിപക്ഷം ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. നിലമ്പൂർ യത്തീംഖാന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനുവരി 25-ന് വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെയും കുടുംബങ്ങളുടെയും വിദ്യാഭ്യാസ സാമൂഹിക ഉന്നമനം ലക്ഷ്യമിട്ട് ശക്തമായ ഒരു പിന്തുണാവേദി ഒരുക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിന്റെ ഇന്ധന കുടിശ്ശിക സംബന്ധിച്ച് തെറ്റായ പ്രചരണം നടത്തിയ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മാപ്പ് പറയണമെന്ന് മുൻ ചെയർമാൻ മാട്ടുമ്മൽ സലീം. നിലമ്പൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്നും മാട്ടുമ്മൽ സലീം. നിലമ്പൂർ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിന് ഇന്ധനം അടിച്ചതിന് മുൻ ഭരണസമിതി 1,89,000 രൂപ കുടിശ്ശിക ആക്കിയെന്നും അത് തീർക്കുന്നതുവരെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കില്ല എന്നുമാണ് ചെയർപേഴ്സൺ പറഞ്ഞിരുന്നത്. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച് ചെയർപേഴ്സൺ വാർത്ത സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നതോടെ യാഥാർത്ഥ്യം വ്യക്തമായെന്നും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മാപ്പ് പറയണമെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. ഇത് നമ്മുടെ നാടിന് അപമാനകരമായ ഒരു പ്രവർത്തനമാണ് ബഹുമാനിയായ നിലമ്പൂർ മുനിസിപ്പൽ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത്. വളരെ സത്യസന്ധമായിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 5 വർഷവും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ചെയർമാൻ എന്നുള്ള നിലയിലും നിങ്ങളുടെ എല്ലാം വരെ വോട്ട് വാങ്ങി ഇടതുപക്ഷത്തെ ജയിപ്പിച്ചു എന്നുള്ള നിലയിൽ നല്ല രീതിയിലാണ് ആ 5 വർഷവും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ആ 5 വർഷത്തിനിടയ്ക്ക് ഇതിന് മുമ്പത്തെ ചെയർപേഴ്സൺ ആയിരുന്ന ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ഒരു പ്രാവശ്യം പോലും നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഇടപെടൽ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. ഈ കൗൺസിൽ യോഗത്തിൻ്റെ 5ാമത്തെ അജണ്ട നിങ്ങൾക്കെല്ലാവർക്കും കിട്ടിയിരിക്കും, നിങ്ങളെല്ലാവരും കണ്ടിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കൗൺസിൽ ചർച്ച ചെയ്തു. കൗൺസിലേക്ക് വരികയാണ് സാധൂകരണത്തിന്. ഇത്രയും ഒരു വലിയ അഴിമതി സാധൂകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കിയത്? ചെയർമാൻ അഴിമതി നടത്തി എന്ന് പറഞ്ഞിട്ടാണല്ലോ ബഹുമാനപ്പെട്ട ഓട്ടോറിക്ഷയിൽ പോയത്. അത് സാധൂകരിക്കാൻ വരുമ്പോൾ നിങ്ങളെന്ത് മനസ്സിലാക്കണം? ഈ ചെയർപേഴ്സൺ ഈ അഴിമതിക്ക് കൂട്ടുന്നല്ല മനസ്സിലാക്കേണ്ടത്. 1,89,000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞത് 2 ബില്ലുകളിലായി നിങ്ങൾ കണ്ട് 40,000 43,000 മറ്റോ ആണ് ആ ബില്ലുകളുള്ളത്. അത് ഞാൻ ആ 10-ാം തീയതിയിലുള്ള പത്രസമ്മേളനത്തിലും പറഞ്ഞു. കാരണം ഇങ്ങനെയാണ് ആ ബില്ലുകൾ സാധാരണഗതിയിൽ വരാറ്. അതങ്ങനെ കൊടുത്തു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെയാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ചെയർപേഴ്സൺ ഈ സംഗതിക്ക് മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചെങ്കിലും അതിൻ്റെ മുഖത്ത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആത്മാർത്ഥതയും ചെറിയ ഒരു എന്താ പറയുക, അതിന് പറയാൻ എനിക്കറിയില്ല, അതുണ്ടെങ്കിൽ അവർ ഈ സമൂഹത്തിനോട് മാപ്പ് പറയും, ഈ നാട്ടുകാരോട് മാപ്പ് പറയും, എനിക്കൊരു തെറ്റ് പറ്റിയെന്ന്. നഗരസഭയിൽ ഇപ്പോൾ ഭരണസ്തംഭനമാണെന്നും നഗരസഭാ സെക്രട്ടറി ലീവ് എടുത്തു പോയിരിക്കുകയാണെന്നും സലീം പറഞ്ഞു. സ്ഥിരം സമിതിയിൽ ചർച്ച ചെയ്യാതെ ചെയർപേഴ്സൺ തീരുമാനങ്ങൾ എടുക്കുവാനാണ് ശ്രമിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കുള്ള ഫിസിയോതെറാപ്പി സെന്റർ അടച്ചു.
വയോജനങ്ങൾക്കുള്ള പകൽ വീടുകളും അടയ്ക്കുവാനാണ് ശ്രമിക്കുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണെന്നും സലീം ആരോപിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തകർക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മുമ്പോട്ട് പോക്കാണ് ബഹുമാനിയായ ചെയർപേഴ്സൺ നടത്തുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളൊരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ പകൽ വീട് നമ്മുടെ കോടതി പടിയിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ രാമകുത്ത നമ്മുടെ മൈതാനി ആരംഭിച്ചിട്ട് അങ്ങനെ 2-3-4 സ്ഥലങ്ങളിൽ നമ്മൾ പകൽ വീടുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പകൽ വീടുകൾ പൂട്ടും എന്ന് പറഞ്ഞ് CDSനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്. കാരണം ഈ സ്ത്രീ ഇവർ ഈ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് നമ്മുടെ ചന്തക്കുന്ന് BA ഹോട്ടലിന് മുമ്പിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പകൽ വീടുണ്ട്. ആ പകൽ വീട് ഇന്ന് സാമഗ്രികൾ എടുത്തു കൊണ്ടുപോയത് നമുക്ക് എല്ലാവർക്കും എല്ലാ ദൃശ്യമാധ്യമങ്ങളും കണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം എന്തുകൊണ്ടാണ് അവർക്കും ഈ പ്രായമായിട്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയിൽ അത്രയും പ്രായമായ ആളുകൾ വന്നിരിക്കുന്ന സ്ഥലം അവർക്ക് എന്താ സന്തോഷം വേണ്ടി ചെയ്തു കൊടുക്കുക നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്നതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു രീതിയിലേക്ക് ചെയർപേഴ്സൺ മുമ്പോട്ട് പോകുന്നു. ഈ പറയുന്ന ഫിസിയോതെറാപ്പി സെൻറ്റർ ഞാൻ ചെയർപേഴ്സണോടും അവിടുത്തെ ഉദ്യോഗസ്ഥരോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ 2 ആഴ്ചൻ്റെ ഉള്ളിൽ അത് തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നിയമ നടപടികൾ മുൻ ചെയർമാൻ എന്നുള്ള നിലയിൽ എന്തെല്ലാം സമരപരിപാടികളാണോ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയാതെ. ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുവാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും സലീം പറഞ്ഞു. കാപ്പ പ്രവേശന വിലക്ക് ലംഘിച്ച ജില്ലയിൽ പ്രവേശിച്ച പ്രതി അറസ്റ്റിൽ. വടപുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് ഡിവൈഎസ്പി സാജു കെ ഇബ്രാഹിമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് CI N മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. രാസലഹരി വിൽപ്പന നടത്തിയതിന് വണ്ടൂർ, നിലമ്പൂർ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലും നിരവധി മോഷണ കേസുകളിലും പ്രതിയായ ഫാസലിനെ കാപ്പ ചുമത്തി ജില്ലയിൽ പ്രവേശിക്കുന്നത് 6 മാസത്തേക്ക് വിലക്കിയിരുന്നു. വിലക്ക് ലംഘിച്ച് ഇയാൾ കാരക്കുന്ന് പഴയടത്തുള്ള വാടക വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റിലായത്. ഡാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, ടി നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കുട്ടികളുടേത് ഉൾപ്പെടെയുള്ള അശ്ലീല വീഡിയോകൾ ടെലിഗ്രാം വഴി വിൽപ്പന നടത്തിയ യുവാവിനെ മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശി സഫ്വാനാണ് അറസ്റ്റിലായത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാം ഉപയോഗിച്ച് വിവിധ ഗ്രൂപ്പുകളിലും സ്വകാര്യ ചാനലുകളിലൂടെയും ഇത്തരം അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ച് സാമ്പത്തിക ലാഭം നേടുകയായിരുന്നു പ്രതി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി അഷാദ് എസിന്റെ നേതൃത്വത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SHO ചിത്തരഞ്ജൻ IC, സബ് ഇൻസ്പെക്ടർമാരായ നജമുദ്ദീൻ, അബ്ദുൽ ലത്തീഫ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീപ്രിയ, അരുൺ, റിജിൽ, ജസീം, രഞ്ജിത്ത് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന 2 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. പോക്സോ, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മുൻപ് കഞ്ചാവ് ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിലും പ്രതി അറസ്റ്റിലായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. കുട്ടികളുടെ സുരക്ഷയും ഓൺലൈൻ ലോകത്തിലെ നിയമലംഘനങ്ങൾ തടയുന്നതിനുമായി സൈബർ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മുൻ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിൽ ഇന്ധന കുടിശ്ശിക. നഗരസഭാ ബോർഡ് യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. പ്രതിപക്ഷം ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. നഗരസഭാ ചെയർപേഴ്സന്റെ അഴിമതി ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് തെളിഞ്ഞതായി LDF അംഗം PM ബഷീർ. മുൻ നഗരസഭാ ചെയർമാന്റെ ഇന്ധന അടിച്ച വകയിൽ 1,89,253 രൂപ കുടിശ്ശിക വന്നിട്ടുണ്ട്. കുറഞ്ഞ ഒരു 1.5 മാസത്തിനുള്ളിൽ ഇത്ര തുകക്ക് ഡീസൽ അടിക്കുമോ? അപ്പോൾ വേറെ ഏതെങ്കിലും വാഹനത്തിന് ഡീസൽ അടിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ തുക അനുവദിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് ആ കാലം എത്രയും ഞാൻ ഓട്ടോറിക്ഷയിൽ പോകും എന്ന് ഈ നഗരസഭ ചെയർപേഴ്സൺ പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, പിറ്റേ ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ 24ഉം ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ഈ മലയാളത്തിലെ പ്രമുഖ ചാനലുകൾ, നമ്മുടെ പ്രാദേശിക ദൃശ്യ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ തുക കാണിച്ചുകൊണ്ട് വലിയ വാർത്ത വന്നിട്ടുണ്ടായി.
തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ പ്രചരണം UDF-ന്റെ പ്രവർത്തകർ അടച്ചുവിട്ടു. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇന്നത്തെ ഒരു അജണ്ടയിൽ കഴിഞ്ഞ തവണ ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട് എന്ന് പ്രസ്താവിച്ച ഈ അജണ്ടക്കകത്ത് ഇന്ന് ഒരു അജണ്ട വന്നിട്ടുണ്ട്, 5ാമത്തെ അജണ്ട. ആ അജണ്ടയിൽ കാണിച്ചിട്ടുള്ളത് 83,442 രൂപ കുടിശ്ശികയുണ്ട് എന്നാണ്. 83,442 രൂപ കുടിശ്ശിക ഉണ്ട് എന്നാണ്. അത് കൊടുത്തു ചെയർപേഴ്സന്റെ വാഹനം സുഗമമായ റോട്ടിലൂടെ ഓടുന്നു. നല്ല കാര്യം, തർക്കമൊന്നുമില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഞങ്ങൾ ചോദിച്ചത്, അങ്ങനെ അഴിമതിയാണെങ്കിൽ കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ മുൻകൂറായി എന്തിന് ഈ പണമടച്ചു? അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതിക്ക് ചെയർപേഴ്സൺ കൂട്ടുനിന്നിരിക്കുകയാണ്. രണ്ടാമത്തെ 1,89,000 നിന്നും 1,05,000 കുറഞ്ഞ് കേവലം 83,442 രൂപയിലേക്ക് ഇത് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1,05,000 കളവ് പറഞ്ഞതാണെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകണം. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒളിച്ചോട്ടമാണ് ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോക്കിന് കാരണമെന്ന് നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്. ബോർഡ് യോഗത്തിലാണ് ഇരുപക്ഷവും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. മുൻ ചെയർമാൻ ഔദ്യോഗിക വാഹനത്തിന് ഇന്ധനം അടിച്ച വകയിൽ 1,89,250 രൂപ കുടിശ്ശിക വരുത്തിയതിനാൽ കുടിശ്ശിക അടച്ചു തീർക്കാതെ ഔദ്യോഗിക വാഹനമായ ഇന്നോവ കാറിൽ സഞ്ചരിക്കില്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഇമേജ് വർദ്ധിപ്പിക്കുവാനാണ് ഓട്ടോറിക്ഷയിൽ നഗരസഭാ ചെയർപേഴ്സൺ സഞ്ചരിച്ചതെന്നും ബഷീർ ആരോപിച്ചു. എന്നാൽ കുടിശ്ശിക ഇനത്തിൽ ഉണ്ടായിരുന്ന 83,432 രൂപ മാത്രമാണെന്ന് ഇന്നത്തെ ബോർഡ് യോഗത്തിൽ വ്യക്തമായിരിക്കുകയാണ്. ഡിസംബർ 13 ശേഷം ഔദ്യോഗിക വാഹനത്തിന്റെ ഇന്ധനം അടിച്ച തുക സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടത്. ഡിസംബർ 13 മുതൽ 26 വരെ ഇന്ധനം അടിച്ച വകയിൽ 20,734 രൂപ മാത്രമാണ് നൽകാനുള്ളതെന്ന് വിവരാവകാശ പ്രകാരം താൻ നൽകിയ ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി അതിന്റെ നിലവിലെ അവസ്ഥ കൌൺസിലിൽ ചർച്ച ചെയ്യാതെ ബില്ല് അടയ്ക്കുന്നതിനുള്ള നടപടി എടുക്കുകയും ബാക്കി തുക അടയ്ക്കുവാൻ സർക്കാരിലേക്ക് നിർദ്ദേശം നൽകിയതും താൻ ഉന്നയിച്ച അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണെന്ന് ബഷീർ പറഞ്ഞു. പഴയ ഭരണസമിതിയുടെ കാലത്ത് അഴിമതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നതായും ബഷീർ പറഞ്ഞു. നമ്മൾ വളരെ മാന്യമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ ഉത്തരം തരിക എന്നുള്ളതാണ് മര്യാദ. അവിടെ പ്രകോപനമാവുകയും കൂടെ നിൽക്കുന്ന ആളുകളെ കൊണ്ടൊക്കെ പ്രകോപനത്തിന്റെ ഭാഗമാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും 28 ആൾ അപ്പുറത്താണ്. ഓരോരുത്തരും തല്ലൂടെ ഞങ്ങൾ നിൽക്കൂല. ഞങ്ങളാകെ 7 ആൾക്കാരുണ്ട്. കായിക ബലം കൊണ്ടും ഒച്ച കൊണ്ടും ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ച് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമം UDF-നുണ്ടെങ്കിൽ ആ ശ്രമത്തെ നിലമ്പൂരിലെ LDF ഒറ്റക്കെട്ടായി നേരിടും. കൂക്കി വിളിച്ചിട്ടോ അട്ടഹസിച്ചിട്ടോ ശാരീരികമായി ഉപദ്രവിക്കാൻ വന്നിട്ടോ അത് ഞങ്ങളെ പ്രശ്നം ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നലുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അഴിമതിക്ക് ചുക്കാൻ പിടിച്ച് PM ബഷീർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വിഷയം അജണ്ടയിൽ വന്ന സാഹചര്യത്തിലാണ് ഇന്ധന കുടിശ്ശിക വിഷയം ഉയർത്തി ബോർഡ് യോഗത്തിൽ നിന്നും ഒളിച്ചോടിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് തിരിച്ചടിച്ചു. പെട്രോൾ പമ്പിൽ നിന്നും തനിക്ക് കുടിശ്ശിക ഇനത്തിൽ ലഭിച്ച ബില്ലാണ് താൻ ഉയർത്തിക്കാട്ടിയത്. ഇന്ധന ഇടപാടിൽ PM ബഷീറിന്റെ പങ്ക് മാറ്റി നിർത്തുവാൻ കഴിയില്ലെന്ന ആരോപണവും നഗരസഭാ ചെയർപേഴ്സൺ മുന്നോട്ട് വച്ചു. ബഷീർ ഇന്ന് സഭയിൽ ഉന്നയിച്ചത് ഇന്ന് നമ്മൾ കൊടുത്ത പൈസ എന്ന് പറയുന്നത് 83,400 ചില്ലാനം രൂപയാണ്. അത്രേ ഉള്ളല്ലോ, 1,89,250 ഇല്ലല്ലോ എന്നാണ് ബഷീർ പറഞ്ഞത്. അതിന് മുമ്പ് ഞാൻ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു 1,89,250 പാർട്ട് ബില്ല് നേരത്തെ കൊടുത്തു. 39,000 ചില്ലാനം രൂപ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 83,000 ചില്ലാനം രൂപ കൊടുത്തതായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ മീറ്റിംഗിലും
കൊടുത്ത് അതിന് മുൻകൂർ കൊടുത്തതിന്റെയാണ് ഇപ്പൊ വന്നത്. സർക്കാരിലേക്ക് ബാക്കിയുള്ളത് പാസ്സാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്താണ് 1,89,250. അത് ബഷീറിന് മനസ്സിലാവാത്തതല്ല. അവിടെ ബഷീർ ആർക്ക് വേണ്ടിയാണോ ഇത് പറഞ്ഞത്, ബഷീറും കൂടി ചേർന്നാണ് ഈ നഗരസഭയിൽ നിന്ന് ഈ ഡീസൽ എടുത്തത് എന്നാണ് കിട്ടിയതെങ്കിലും ഞങ്ങൾ ഇതുവരെ ആരെ പേര് പറഞ്ഞിട്ടില്ല. കുമ്പളങ്ങ കേട്ടോന്റെ തോളത്തേക്ക് നോക്കാറില്ലേ, എന്നാ എനിക്ക് മനസ്സിലായത്. ഇത് പ്രത്യേകിച്ച് വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചതിന് ഒരു മറുപടി എന്നോണം മുൻ ചെയർമാൻ പറഞ്ഞ കുറെ വ്യാഖ്യാനങ്ങളും രീതികളൊക്കെ ഉണ്ട്. അത് ഒരു മറുപടി അർഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിൽ പറയാൻ മുതിരാതിരുന്നത്. ഇവിടെ വന്ന കടലാസുകൾക്ക് കൃത്യമായി നഗരസഭയുടെ അധ്യക്ഷ എന്ന രീതിയിൽ കൗൺസിൽ വെക്കുകയും കൗൺസിൽ വെച്ച് പാസ്സാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് കൗൺസിൽ വെച്ചത്. അതിൽ അദ്ദേഹത്തിന് മാത്രമേ തർക്കം തോന്നിയിട്ടുണ്ടാവുള്ളൂ. കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. 4 ബില്ലാണ് ഇപ്പൊ, 4 തരം ബില്ല് 4ആയിട്ടാണ് വന്നത്. കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണസമിതിയുടെ കാലത്ത് നടന്നിട്ടുള്ള അഴിമതികളും പുറത്തു കൊണ്ടുവരുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. നിലമ്പൂർ യത്തീംഖാന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനുവരി 25-ന് വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെയും കുടുംബങ്ങളുടെയും വിദ്യാഭ്യാസ സാമൂഹിക ഉന്നമനം ലക്ഷ്യമിട്ട് ശക്തമായൊരു പിന്തുണാവേദി ഒരുക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 69 ഡിസംബറിലാണ് നാലകത്ത് ബീരാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ 11 കുട്ടികളുമായിട്ടാണ് നിലമ്പൂർ യത്തീംഖാന ആരംഭിച്ചത്. നീണ്ട 55 വർഷം ഈ പ്രദേശത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് അവരെ പഠനവും മറ്റു മേഖലകളിലും വളരെ ഭംഗിയായി ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുവന്നു. പിൽക്കാലത്ത് ഈ യത്തീംഖാനയിൽ കുട്ടികളെ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ, ഇതിൻ്റെ നടത്തിപ്പിലുള്ള പ്രയാസങ്ങൾ വന്നപ്പോൾ നമ്മളെ നിലമ്പൂർക്കാരനും നിലമ്പൂർ MP-യുമായ PV അബ്ദുൽ വഹാബാണ് ഈ സ്ഥാപനം ഏറ്റെടുത്തത്. ഇന്ന് യത്തീംഖാനയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമാണ്. ഒരുപാട് അക്കാഡമിക് കോഴ്സുകളും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കോളേജുമാണ് അമൽ കോളേജ്. ഇന്ന് കുട്ടികൾ അവിടെ സ്റ്റേ ചെയ്ത് പഠിക്കുന്നില്ല. 41 കുടുംബങ്ങളിലായി 81 കുട്ടികൾ അവിടെ ഹോം കെയർ യൂണിറ്റിൻ്റെ കീഴിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന ഒരു സംഭവത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞങ്ങൾ ഈ അലുമിനി അസോസിയേഷൻ നിലമ്പൂർ യത്തീംഖാന അതിൻ്റെ ഒരു സമ്മേളനമാണ് നടക്കുന്നത്. ആ സമ്മേളനത്തിലേക്ക് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആൾക്കാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബഷീർ കാട്ടുമുണ്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ പ്രസിഡന്റ് ഷിഹാബ് കൈപ്പിനി അധ്യക്ഷത വഹിക്കും. നാലകത്ത് ഹൈദരലി, നാലകത്ത് ബീരാൻകുട്ടി, യത്തീംഖാന സെക്രട്ടറി ഉസ്മാൻ അലി, ഡോക്ടർ ഷിഹാബുദ്ദീൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. പൊതുരംഗത്ത് മികച്ച സേവനം കാഴ്ചവെക്കുന്ന വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് മാമാങ്കര, അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ സലാം, ആരോഗ്യരംഗത്തെ മികവിന് ഡോക്ടർ ഫസ്ലീന എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. 3000-ഓളം പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും ഒത്തുചേരുന്ന ഈ സംഗമത്തിൽ വിവിധ സെഷനുകളും അനുഭവം പങ്കുവെക്കലും നടക്കും. പക്ഷേങ്കിൽ അവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ പലജാതി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ എന്താണ് ഒരു കിഡ്നി സംബന്ധമായ ഒരു രോഗം വരികയും അതിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചിന്ത വരികയും അങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയുണ്ടായി. ആ സംഘടനയുടെ പേരാണ് നിലമ്പൂർ യത്തീംഖാന അലുമിനി അസോസിയേഷൻ. ഇന്നത് രജിസ്ട്രേഷൻ ചെയ്തിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഇതിൻ്റെ ഞങ്ങൾ ഓരോ പ്രോഗ്രാമുകൾ മുമ്പ് ഞങ്ങളൊരു വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ സംഗമത്തിൽ നമ്മൾ ഒരുപാട് 500-600 ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു സംഗമമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഈ വരുന്ന 25-ാം തീയതി ഞായറാഴ്ച മണ്ണുപ്പാടത്തിലെ മഹാഗണി ഹട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളിൽ നിന്ന് വ്യത്യസ്ത നിലകളിൽ ഉയർന്ന നിലവാരത്തിലുള്ള ആളുകളുണ്ട്, കുറേ താഴെ ഘടകങ്ങളിലുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ആ ആളുകളെ ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിലുള്ള പ്രയാസങ്ങൾ നമുക്ക് എങ്ങനെ നേരിടാം, അതിനു വേണ്ടിയിട്ട് തികച്ചും യത്തീംഖാന മേഖലകളിൽ വളർന്നു വന്ന കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ സംഘടന ഞങ്ങൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ വീട് നിർമ്മാണം, വിവാഹം, അതേപോലെ തന്നെ അവരുടെ അസുഖ സംബന്ധമായ, എന്നാൽ ഇതിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ ഡോക്ടർമാരുണ്ട്, പോലീസുകാരുണ്ട്, പല ആളുകൾ അവരൊക്കെ സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഷിഹാബ് കൈപ്പിനി, വാളപ്ര ഷൌക്കത്ത് മാസ്റ്റർ, അബ്ദുൾ റഷീദ് മമ്പാട്, ഇബ്നു സാദിഖ്, അബ്ദുൽ ഗഫൂർ മാസ്റ്റർ കാരക്കുന്ന്, ഷാജഹാൻ എരഞ്ഞിമങ്ങാട്, കുഞ്ഞി മുഹമ്മദ് കരളായി എന്നിവർ പങ്കെടുത്തു.
എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളിൽ മാനേജർമാർ ചട്ടങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി പറഞ്ഞു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷന്റെ ജില്ലാതല മെഗാ അദാലത്തിൽ പരാതികൾ പരിഗണിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പല എയ്ഡഡ് സ്കൂളുകളിലും നിയമനം ലഭിക്കുന്ന അധ്യാപകർക്ക് തസ്തികയുമായി ബന്ധപ്പെട്ട വ്യക്തതയില്ലാത്തത് കാരണവും നിയമനാംഗീകാരം ലഭിക്കാത്തത് കാരണവും പിന്നീട് ജോലിയിൽ തുടരുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. തസ്തികകളെക്കുറിച്ച് വ്യക്തതയില്ലാത്തതും നിയമനം സുതാര്യമല്ലാത്തതുമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. പലരും ജോലിയിൽ പ്രവേശിച്ച് 1 വർഷമാകുമ്പോഴോ ശമ്പളം കിട്ടാതാകുമ്പോഴോ അംഗീകാരം ലഭിക്കാതിരിക്കുമ്പോഴോ ആണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അറിയുന്നത്. പരാതിക്കാരിൽ മിക്കവരും നിശ്ചിത പ്രായം പിന്നിട്ടവരായതിനാൽ പിന്നീട് PSC വഴി മറ്റു ജോലികളും ലഭിക്കുവാൻ പ്രയാസമുണ്ടാകുന്നു. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട പരാതികൾ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുന്നതിനായുള്ള ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കാത്തത്, വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നേരിടുന്ന വിഷയങ്ങൾ, കോടതി പരിഗണിക്കേണ്ട പ്രശ്നങ്ങൾ എന്നിവ കമ്മീഷന് മുൻപാകെ ലഭിച്ചു. അദാലത്തിൽ 10 പരാതികൾ തീർപ്പാക്കി. ആകെ 42 പരാതികളാണ് പരിഗണിച്ചത്. 8 പരാതികൾ തുടർ നടപടികൾക്കായി പോലീസ് റിപ്പോർട്ടിനായി അയച്ചു. 23 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. ഒരെണ്ണം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പരിഗണനയിലേക്കും കൈമാറി. അഡ്വക്കേറ്റ് സുഹൃത, കൗൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലൈബ്രറി കൗൺസിൽ നാടകോത്സവം മലപ്പുറം ജില്ലയിൽ. ഇതിന്റെ സംഘാടക സമിതി രൂപീകരണം വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ ചേർന്നു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ കഴിഞ്ഞ ഏറെ വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകോത്സവം ഈ വർഷം മലപ്പുറം ജില്ലയിൽ തിരൂരിൽ വെച്ച് ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ നടത്തുവാൻ തീരുമാനിച്ചു. ഇതിന്റെ ദീപശിഖ പ്രയാണം നിലമ്പൂരിൽ നിന്നും ജനുവരി 29 ആരംഭിക്കുന്നു. നാടക പ്രസ്ഥാനത്തിന്റെ കുലപതി നിലമ്പൂർ ആയിഷയുടെ വീട്ടിൽ നിന്നുമാണ് നാടകജ്യോതി പ്രയാണം ആരംഭിക്കുന്നത്. യോഗത്തിൽ ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി EP മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ശ്രീനിവാസൻ P, മുൻ പ്രസിഡന്റ് മമ്പാട് ഗ്രാമപഞ്ചായത്ത്, K അരുൺകുമാർ, RP സുബ്രഹ്മണ്യൻ, P രാജീവ്, അജിത് കുമാർ, CR പ്രസന്നൻ, KN ചന്ദ്രൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ലൈബ്രറി കൌൺസിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് മാർക്കോസ് നന്ദിയും പറഞ്ഞു. സ്വാഗത സംഘം ഭാരവാഹികൾ, രക്ഷാധികാരികൾ E പത്മാക്ഷൻ, K അരുൺകുമാർ, P ശ്രീനിവാസൻ മമ്പാട്, KP ഭാസ്കരൻ, കൌൺസിലർ PM ബഷീർ, കൌൺസിലർ ഷേർലി മോൾ, കൌൺസിലർ K സ്വപ്ന, ജനറൽ കൺവീനർ C ജയപ്രകാശ്, കൺവീനർമാരായ EP മുരളീധരൻ, J രാധാകൃഷ്ണൻ, EA മാർക്കോസ്, മാത്യു കാരാംവേലി, ജോൺ സുകുമാർ എന്നിവർ ഉൾപ്പെടുന്ന 201 അംഗ സ്വാഗത സംഘവും രൂപീകരിച്ചു. നാടകജ്യോതി ദീപശിഖ പ്രയാണത്തിൽ പഴയ നാടക പ്രവർത്തകരെ ആദരിക്കുവാനും തീരുമാനിച്ചു. തൃശൂരിൽ നടന്ന 64ാമത് സംസ്ഥാന കലോത്സവത്തിൽ നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ കുട്ടികൾ മത്സരിച്ച 3 ഇനത്തിലും A ഗ്രേഡ് നേടി അഭിമാന താരങ്ങളായി. വിജയതാരങ്ങളായി മാറിയ കുട്ടികൾക്കും പരിശീലകർക്കും സ്വീകരണമൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് PTA, MTA, SMC കമ്മിറ്റി അംഗങ്ങൾ. സംഘനൃത്തത്തിൽ അപ്പീൽ വഴിയാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുവാനുള്ള യോഗ്യത നേടിയത്. സംഘനൃത്തം, വൃന്ദവാദ്യം, വയലിൻ തുടങ്ങിയ 3 ഇനങ്ങളിലാണ് മത്സരിക്കുവാൻ അവസരം ലഭിച്ചത്. ഈ 3 ഇനത്തിലും A ഗ്രേഡ് നേടാനായി വിജയത്തിന്റെ മാറ്റ് കൂട്ടുന്നതായി മാനവേദൻ സ്കൂളിന് ഇത് അഭിമാന നേട്ടമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറത്ത് എന്നിവർ പറഞ്ഞു. കായികമേളയിൽ സബ് ജില്ലാ തലത്തിൽ മാനവേദൻ സ്കൂളിന് മറ്റുള്ള സ്കൂളുകളെക്കാൾ ഇരട്ടിയിലധികം പോയിന്റുകൾക്ക് മുൻപിലെത്തിയിരുന്നു. കലോത്സവത്തിലും മികച്ച നേട്ടം നേടിയിരുന്നെങ്കിലും ഇക്കുറി എല്ലാ വിഭാഗങ്ങളിലും A ഗ്രേഡോടെ വിജയിക്കുവാനായത് അഭിമാന നേട്ടമായി കരുതുന്നു. കുട്ടികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ വിജയത്തിളക്കമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. പുള്ളിപ്പാടം വില്ലേജിൽ വ്യാജ പട്ടയമെന്ന പരാതി. വ്യാജ പട്ടയം ഉപയോഗിച്ച ഭൂമി വിൽപ്പന നടന്നതായും മിത്ര ജ്യോതി ട്രൈബൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ പ്രവർത്തകർ ആരോപിച്ചു. നിലമ്പൂർ താലൂക്കിലെ പുള്ളിപ്പാടം വില്ലേജിൽ KC അനിയത്തി തമ്പുരാട്ടി എന്ന പേരിൽ ഏകദേശം 200 ഏക്കർ വ്യാജ ഭൂമി പട്ടയം സൃഷ്ടിച്ചതായും തുടർന്ന് സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്തിയതായും മിത്രജ്യോതി ട്രൈബൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ആരോപിച്ചു. പഞ്ചായത്തില് 1-ാം വാർഡ് 14-ാം വാർഡെല്ലാം ഉൾപ്പെടുന്ന പ്രദേശത്ത്, പ്രത്യേകിച്ച് 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് KC അനിയത്തി തമ്പുരാട്ടി എന്ന പേരിൽ ഒരു ജന്മി ആയിട്ടുള്ള ഒരാളുടെ പേരിൽ കുറെ വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പട്ടയങ്ങളുടെ പേരിൽ ഇപ്പോൾ സ്ഥലം ഏകദേശം 200ഓളം ഏക്കർ സ്ഥലം ഇപ്പൊ നമ്മുടെ കയ്യിൽ തന്നെയുള്ള രേഖകൾ പ്രകാരം 200ഓളം ഏക്കർ സ്ഥലങ്ങളുണ്ട്. അതില് റിസോർട്ടുകളുണ്ട്, തോട്ടങ്ങളായിട്ട് കിടക്കുന്ന ഭൂമികളൊക്കെ ഉണ്ട്. എന്നാൽ ഈ KC അനിയത്തി തമ്പുരാട്ടി എന്ന് പറയുന്ന ജന്മിക്ക് പുള്ളിപ്പാടം വില്ലേജിലോ
ഇതിന് മുമ്പുണ്ടായിരുന്ന മമ്പാട് വില്ലേജ് ഇല്ലെങ്കിൽ അകമ്പാടം വില്ലേജിലോ ഭൂമി ഇല്ല എന്നുള്ളതിന്റെ രേഖകളും ഉണ്ട്. ലാൻഡ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ള വിവരാവകാശത്തിലും പറയുന്നത് അവർക്ക് ഭൂമി ഇല്ല എന്നുള്ളതാണ്. ആയതിൽ മിത്രജ്യോതി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കലക്ടർക്കും മുഖ്യമന്ത്രിക്കും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും അങ്ങനെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് DFOക്ക് പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടക്കുകയും നമ്മളതിന് DFOയോട് പറഞ്ഞിട്ടുള്ളത് സർക്കാർ നിക്ഷിപ്ത വനഭൂമിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പരാതി കൊടുത്തത്. ആ പരാതിയിൽ അവരെന്ത് ചെയ്തു, അന്വേഷണം നടത്തി. പുള്ളിപ്പാടം വില്ലേജ് ഓഫീസിൽ അവരെ രേഖകളെല്ലാം ശേഖരിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്തില്ല, ഭൂമി KC അനിത്യ തമ്പുരാട്ടിക്ക് ഇല്ല എന്നുള്ളതും DFO അതിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ കളക്ടർക്ക്. അതും പിന്നെ ഈ സുപ്രീം കോടതിയുടെ ഒരു WPC ഒരു സംഗതിയുണ്ട്, ഒരു വിധിയുണ്ട്. ഈ വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമികളെല്ലാം തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രീം കോടതി വിധി. ഇതിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുകയുണ്ടായി. അതില് ഇപ്പോ DFO അതില് എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധന DFO അടക്കം 9 പേരടങ്ങുന്ന ഒരു സമിതിയാണ് അതുള്ളത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നിലമ്പൂരിൽ തന്നെ 2 പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിൽ തന്നെ ഏകദേശം ഒരു 10, 50, 60 ഏക്കറോളം സ്ഥലം അവരുടെ കയ്യിലാണുള്ളത്. അപ്പൊ അതിലൊരാളുടെ പ്രോപ്പർട്ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും വലിയൊരു റിസോർട്ടിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും ആ ഭൂമി സർക്കാർ റവന്യൂ വനഭൂമിയാണത്. ആ ഭൂമിയിലാണ് ഇപ്പൊ ഇത് നടക്കുന്നത്. അതുപോലെ മറ്റൊരു റിസോർട്ടിന്റെ പണി ഇതേ അനിത്യ തമ്പുരാട്ടി എന്ന് പറയുന്ന അവരുടെ ഒരു ഭൂമിയിൽ നടത്തുന്നുണ്ട്. ആ ഇതിന് പെർമിറ്റ് പോലും ചാലിയാർ പഞ്ചായത്ത് ഇതുവരെ പെർമിറ്റ് പോലും കൊടുത്തിട്ടില്ല. നിങ്ങൾ ആ S12 കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റെമോറ എന്ന് പറയുന്ന ഒരു റിസോർട്ട്, ഹോട്ടൽ റിസോർട്ടാണ്. ആ റിസോർട്ട് ഒരു ആന്ധ്ര ബേസ്ഡ് കമ്പനിയാണ്. ആ ആന്ധ്ര ബേസ്ഡ് കമ്പനി അത് ഫേക്ക് കമ്പനിയും കൂടെയാണ്. നമ്മൾ അതിൽ അന്വേഷണം നടത്തിയിരുന്നു. അതൊരു ഫേക്ക് കമ്പനിയാണ്. അത് മുമ്പ് ഇവിടെ പണ്ടൊരു സംഗതി കാളിക്കാവ് കേന്ദ്രീകരിച്ച് നടന്ന ഒരു സ്കാമിന്റെ ഭാഗമായിട്ട് വന്ന ടീമാണ് ഇപ്പൊ അതില് ബിനാമികൾ വെച്ചിട്ട് ആ ഒരു സംഗതി നടത്തുന്നത്. ഇതിനൊന്നും പെർമിറ്റ് എവിടെയും കൊടുക്കുന്നില്ല. എന്നാൽ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു എന്നല്ലാതെ ഈ അനിത്യ തമ്പുരാട്ടിയുടെ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നടപടികളില്ല. പുള്ളിപ്പാടം വില്ലേജ് ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യക്ഷമമായ അന്വേഷണം വേണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, DFO എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും പരാതിക്കാർ വ്യക്തമാക്കുന്നു. ആരോപണ വിധേയനായ പുള്ളിപ്പാടം വില്ലേജ് ഓഫീസറും ഒരു സർവേയറും കൂടാതെ നിലമ്പൂരിലെ 2 രാഷ്ട്രീയ പ്രമുഖരും ചേർന്ന് ഏകദേശം 60 ഏക്കർ ഭൂമി കൈവശം വെച്ച് വരുന്നതായും പരാതിയിൽ ആരോപിക്കുന്നു. ജില്ലാ കളക്ടർ രൂപീകരിച്ച ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായ നടപടികളിലേക്ക് നീങ്ങുന്നുവെന്നും പരാതിക്കാർ പറഞ്ഞു. പരാതി നൽകിയതിന്റെ പേരിൽ വധഭീഷണിയുണ്ടായെന്നും ഒരാഴ്ചയ്ക്കകം കൊല്ലുമെന്ന ഭീഷണി ലഭിച്ചിട്ടുണ്ടെന്നും മിത്രജ്യോതി ട്രൈബൽ ഡെവലപ്മെന്റ് ഫൌണ്ടേഷൻ ചെയർമാൻ അജു കോലോത്ത്, സന്തോഷ് വാളോർത്ത് എന്നിവർ പറഞ്ഞു. സംഭവത്തിൽ അടിയന്തരവും സ്വതന്ത്രവുമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നതാണ് ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.